ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 4, 22 വാരം, ബുധൻ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 38 മുതൽ 44 വരെ വാക്യങ്ങൾ. കലാസൃഷ്ടി എന്ന നിലയിൽ സുന്ദരമായത് എന്ന് ദിസ്കോവ്സ്കി വിശേഷിപ്പിച്ച നോവലാണ് ലിയോ ടോൾസ്റ്റോയുടെ അന്ന കരേനീന. 1873 മുതൽ 1877 വരെ ദി മെസ്സഞ്ചർ എന്ന മാസികയിൽ ഗണ്ടശയെയാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. 2007 ടൈം മാസിക ലോകത്തെ ഏറ്റവും നല്ല 10 നോവലുകളിൽ ഒന്നായി തിരഞ്ഞെടുത്തത് ഇതാണ്. അതിലെ മനോഹരമായ ഒരു ചിന്ത ഇപ്രകാരം: ഓൾ ഹാപ്പി ഫാമിലീസ് ആർ അലൈക്ക്, ബട്ട് എവരി അൺഹാപ്പി ഫാമിലി ഈസ് അൺഹാപ്പി ഇൻ ഇറ്റ്സ് ഓൺ വേ. സന്തോഷപ്രദമായ കുടുംബങ്ങളെല്ലാം ഒന്നുപോലെയാണ്, എന്നാൽ അസന്തുഷ്ടമായ ഓരോ കുടുംബത്തിലെയും അസന്തുഷ്ടിക്ക് ഓരോരോ കാരണങ്ങളാണ് ഉള്ളത്. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ശിമിയോന്റെ ഭവനത്തിലെ അസന്തുഷ്ടിക്ക് കാരണം തൻ്റെ അമ്മായിമ്മയുടെ രോഗമാണ്. യേശു ആ ഭവനത്തിലേക്ക് സന്തോഷം കൊണ്ടുവരുന്നു. ലൂക്ക അവതരിപ്പിക്കുന്ന ക്രിസ്തു ദർശനത്തിലെ 2ാമത്തെ സംഭവമാണ് നാം ഇവിടെ പരിചയപ്പെടുന്നത്. യേശു ആരാണ് എന്ന് സാവകാശം ലൂക്ക പഠിപ്പിക്കുകയാണ്. ഓരോ സംഭവവും യേശു എന്ന മഹാരഹസ്യത്തിന്റെ ഓരോ ഹൃദയാകാശങ്ങൾ വെളിപ്പെടുത്തുന്നു. വാസ്തവത്തിൽ 2 സീനുകളുണ്ട് ഇന്നത്തെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത്. ശിമിയോന്റെ അമ്മായിയമ്മയുടെ കലശലായ പനി സൗഖ്യമാക്കുന്നു. വൈകുന്നേരം ധാരാളം പേർക്ക് സൗഖ്യം കൊടുക്കുന്നു. ഇവിടെ ആരാണ് ശിമിയോൻ എന്ന് ഇതുവരെ ലൂക്ക അവതരിപ്പിച്ചിട്ടില്ല. യേശു ശിമിയോനെ വിളിക്കുന്ന രംഗം അടുത്ത അധ്യായത്തിൽ വിവരിക്കാനിരിക്കുന്നതേ ഉള്ളൂ. 2ാം സുവിശേഷത്തിൽ ശിമിയോനെ വിളിച്ചതിന് ശേഷമാണ് അയാളുടെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നത്. എന്തിനാണ് ലൂക്ക ഇങ്ങനെ മാറ്റം വരുത്തിയത്? 2 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യത്തേത്, അത്ഭുതത്തെ സന്ധിച്ചതിന് ശേഷമാണ് വിശ്വാസവും ശിഷ്യത്വവും വികസിക്കുന്നത് എന്ന് ലൂക്ക പറഞ്ഞു വെക്കുന്നുണ്ട്. മർക്കോസിന്റെ വിവരണം വായിക്കുന്ന അനുവാചകൻ ശിമിയോൻ യേശുവിനെ ആദ്യം കാണുമ്പോൾ തന്നെ അനുഗമിക്കുവാൻ കാരണമെന്ത് എന്ന് സംശയിക്കാം. അപരിചിതനെ ആരെങ്കിലും എല്ലാം ഉപേക്ഷിച്ച് അനുഗമിക്കുമോ? ലൂക്കായിൽ ശിമിയോൻ അനുഗമിക്കുന്നത് അപരിചിതനെയല്ല, തൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുകയും അത്ഭുതകരമായി മീൻ പിടിക്കുവാൻ സഹായിക്കുകയും ചെയ്ത യേശുവിനെയാണ്. 2ാമത്തേത്, ലൂക്കായുടെ ഒരു സാഹിത്യ ശൈലിയാണ് ആളെ ആദ്യം പരാമർശിക്കുക, പിന്നെ അയാൾ ആരെന്ന് സാവകാശം വെളിപ്പെടുത്തുക. ഉദാഹരണമായി ബർന്നബാസിനെ ആദ്യം പരാമർശിക്കുന്നു. നടപടി 4-ാം അധ്യായം 36-37 വാക്യങ്ങൾ. പിന്നെ 9 അധ്യായങ്ങൾ കഴിഞ്ഞാണ് അയാൾ ആരെന്ന് പറയുന്നത്. നടപടി 13-ാം അധ്യായം. സാവൂളിനെ ആദ്യം പരാമർശിക്കുന്നു. നടപടി 7-ാം അധ്യായം. പിന്നെ ആ ഗ്രന്ഥത്തിന്റെ പകുതിയിലധികവും സാവൂൾ അല്ലെങ്കിൽ പൗലോസിനു വേണ്ടി മാറ്റിവെക്കുന്നു. നടപടി 13 മുതൽ 22 വരെ അധ്യായങ്ങൾ. അതുപോലെ ശിമിയോനെ ഇവിടെ പരാമർശിക്കുന്നു. അയാൾ ആരാണെന്ന് ലൂക്ക പിന്നീട് നമ്മോട് പറയും. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് തന്നോടുകൂടെ ആയിരിക്കുന്നവർക്ക് മാത്രമല്ല, തൻ്റെ ചാരത്തെത്തുന്ന ഓരോ വ്യക്തിയും തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ദൂരീകരിച്ച് സന്തോഷവാന്മാരായി തിരികെ പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ സാമീപ്യം അനുഭവിക്കുന്ന ഓരോ വ്യക്തിയും സന്തോഷത്താൽ പൂരിതരാകുന്നുണ്ട്. നമ്മുടെ ദുഃഖങ്ങളെല്ലാം സന്തോഷമാക്കി മാറുന്നത് എവിടെയാണ്? അത് മറ്റെവിടെയുമല്ല, ക്രിസ്തുവിൻ്റെ ചാരയാണ്. നമുക്ക് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാം. ക്രിസ്തു കൂടെയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഒന്നിനെപ്പറ്റിയും ആകുലപ്പെടേണ്ട ആവശ്യവുമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷം ക്രിസ്തുവിലായിത്തീരട്ടെ എന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.